സൗഹൃദ കഥ പങ്കുവയ്ക്കുന്നു. പാരമ്പര്യ ചിത്രരചനാ രീതിക്ക് ആധുനിക കാലത്ത് ലഭിക്കുന്ന സ്വീകരണമാണ് ഈ ചിത്ര പ്രദർശനത്തിന്റെ പ്രസക്തി. മ്യൂറൽ ചിത്രങ്ങളും ഓയിൽ ചിത്രങ്ങളും അക്രിലിക് ചിത്രങ്ങളും കൊണ്ട് തങ്ങളുടെ സൗഹൃദത്തിന്റെ വിളംബരം നടത്തുന്നതിലൂടെ രണ്ട് ചിത്രകാരികൾ മൂന്നാമത്തെ ചിത്ര പ്രദർശനമാണ് സൂര്യ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടക്കുന്നത്. ദീപയുടെ വാക്കുകൾ കേൾക്കും. ഇത് ഞങ്ങളുടെ 3rd എക്സിബിഷനാണ്. വൈബ്രൻസ് എന്ന പേരിൽ മറ്റു 2 എക്സിബിഷൻസിന് മുമ്പ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആദ്യത്തേത് ഷാൻഗ്രില ഓഡിറ്റോറിയമിൽ, സെക്കൻഡ് വൺ VGT ഹാളിൽ. ഇപ്പോൾ സൂര്യ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 7 ഡേയ്സോളം ഇവിടെ ഒരു ഷോ നടത്തുന്നു. ഇതിലെ തീം ഗണേശ പെയിൻറ്റിങ്സ് ആണ്. കുറേ എണ്ണം മ്യൂറൽസിലും കുറേ എണ്ണം ഓയിൽ അക്രിലിക് മീഡിയമിലും ചെയ്തിട്ടുണ്ട്. ഗണേശ ഭഗവാനെ തീമായി സ്വീകരിച്ചുകൊണ്ട് ഈ കൂട്ടുകാരികൾ തീർത്ത വർണ്ണ പ്രപഞ്ചം അനേകായിരങ്ങളെയാണ് ആകർഷിക്കുന്നത്. ഗണപതിയുടെ പല വിധത്തിലുള്ള രൂപങ്ങൾ, ആശയങ്ങൾ ദീപയും ലിഷയും അന്യോന്യം ആലോചിച്ച് കണ്ടുപിടിക്കുന്നു. ചെറുപ്പം മുതലേ വരച്ചു തുടങ്ങിയ ദീപ ഇപ്പോൾ മ്യൂറൽ ചിത്രങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഞാൻ ചെറുപ്പം മുതലേ പെയിന്റ് ചെയ്യും. അത് ക്രയോൺസിൽ സ്റ്റാർട്ട് ചെയ്ത് വാട്ടർ കളർ, പോസ്റ്റർ കളർ, ഓയിൽ, അക്രിലിക് ഇതെല്ലാം കഴിഞ്ഞ് ഒരു 5 years ബാക്കാണ് മ്യൂറലിലോട്ട് എത്തിയത്. അപ്പം മ്യൂറൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മ്യൂറൽ മാത്രമാണ് ഇപ്പോൾ ഈ പാസ്റ്റ് 5 years ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മ്യൂറൽ ചിത്രങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നതെങ്കിലും ദീപയ്ക്ക് ചിത്രരചനയുടെ എല്ലാ മേഖലകളും ഇഷ്ടമാണ്. ഒരു സർട്ടിഫൈഡ് കോഴ്സിന് ചേർന്ന് പഠിച്ചിട്ടുമുണ്ട് ദീപ. പാരമ്പര്യ വഴികളിൽ ചിത്രകാരനായ ഒരു അങ്കിളിന്റെ മാർഗനിർദ്ദേശങ്ങളും ദീപയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അങ്കിൾ, അമ്മാവൻ നന്നായി പെയിന്റ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം ആ ഭാഗത്തു നിന്നൊക്കെ നല്ല എൻകറേജ്മെന്റ് ചെറുപ്പം മുതലേ കിട്ടിയിരുന്നു. പിന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മാത്രമാണ് ഞാൻ മ്യൂറലിൽ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ജോലിയുടെ ഇടയിലൊക്കെ ആയതുകൊണ്ട് വളരെ അധികം ഒന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഒരു A+ സർട്ടിഫിക്കേഷനോടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ഒരു പിക്ചറിനാണ് അതിന് നമുക്ക് ഗൈഡൻസ് കിട്ടുക. ബാക്കിയൊക്കെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഡിസൈൻ ചെയ്യുന്നത്. ഗണപതി രൂപത്തിന്റെ പലവിധ സാക്ഷാത്കാരങ്ങളാണ് ദീപയുടെ മ്യൂറൽ ചിത്രങ്ങൾ. നിറങ്ങളിലും രൂപഭാവങ്ങളിലും ഇവ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കുന്നു. വീട്ടുകാരുടെ പിന്തുണ ചിത്രരചനയ്ക്കായി ദീപയ്ക്ക് ആവോളം ലഭിക്കുന്നുണ്ട്. ഭർത്താവ് സുജിത്തും ദീപ ജോലി ചെയ്യുന്ന ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ അന്തരീക്ഷവും ഒക്കെ പ്രോത്സാഹനജനകം തന്നെ. ഞാൻ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാം. അപ്പം ഒഫീഷ്യൽ ഡ്യൂട്ടീസിനിടയിലൊക്കെ വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം മ്യൂറൽ പെയിന്റിങ് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പം ഫാമിലിയിൽ നിന്ന് ഒരുപാട്, പ്രത്യേകിച്ച് ഹസ്ബൻഡ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് സുജിത്ത് KSFE വട്ടപ്പാറ ബ്രാഞ്ച് മാനേജറാണ്. അവരിപ്പം ഞാൻ പെയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യും. ദീപ സുജിത്തിനെ പോലെ തന്നെ ലിഷ അനുരാഗും ഗണപതിയിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് ഒട്ടേറെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിലാണ് കഴിയുന്നതെങ്കിലും ലിഷയുടെ ആശയപരവും മാനസികവുമായ പിന്തുണ വളരെ കൂടുതലാണെന്ന് ദീപ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ എക്സിബിഷൻ ഞങ്ങൾ എല്ലാ സമയത്തും വൈബ്രൻസിൽ ലിഷ ദീപ ഇങ്ങനെ ഒരു ജോയിന്റ് വെഞ്ചറാണ്. ലിഷ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. മുമ്പേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ചെറുപ്പം മുതലേ വരച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് പെയിൻറ്റിങ് എടുക്കുന്നെങ്കിലും ലിഷ ഓയിൽ അക്രിലിക്കാണ് ചെയ്യുന്നത്, ഞാൻ മ്യൂറലാണ് ഇപ്പോൾ മെയിൻലി ചെയ്യുന്നത്. എന്നിരുന്നാലും ഞങ്ങൾ ഓരോ പെയിൻറ്റിങ്സും ഡിസ്കസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ലിഷയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷൻ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളിലൊക്കെ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ മുന്നോട്ട് ഒന്നിച്ച് തന്നെ പെയിൻറ്റിങ് എക്സിബിഷൻ നടത്തുമെന്ന് അങ്ങനെ തീരുമാനിച്ചിരിക്കുക. ഗണപതിയെ പോലെ തന്നെ ലിഷയുടെ ബുദ്ധ ചിത്രങ്ങളും ശ്രദ്ധേയമാണ്. കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരന്റെയും ശ്രീബുദ്ധന്റെയും ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ ചിത്രങ്ങൾ. കുട്ടിക്കാലം തൊട്ടേ ചിത്രകലയുടെ വിവിധ മേഖലകളിലുണ്ട് ഈ ചിത്രകാരിയും. ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വാട്ടർ കളർ, പിന്നെ ഓയിൽ ചെയ്യാൻ തുടങ്ങി. അല്ലാതെ പോട്ട് പെയിൻറ്റിങ്, സിറാമിക് അങ്ങനെ പലതും ചെയ്യാം. ഗ്ലാസ് പെയിൻറ്റിങ് കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓയിൽ ചെയ്ത് പിന്നെ ഓയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം അക്രിലിക്കും ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പം കുറച്ച് നാളും കൊണ്ട് അക്രിലിക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ബാക്കി ഓയിലാകുമ്പം കുറച്ച് സമയം എടുക്കും ഉണങ്ങാനൊക്കെ. അത് കാരണം ഇപ്പം അക്രിലിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓയിൽ പെയിന്റിങ്ങിനേക്കാൾ അക്രിലിക്കിലാണ് ലിഷ ഇപ്പോൾ പരീക്ഷണങ്ങൾ നടത്തുന്നത്. സീനറികളും പോർട്രേറ്റുകളും ഒക്കെ ഇഷ്ടം തന്നെ.
നീണ്ട വഴിത്താരകളും ഓറഞ്ചും വയലറ്റും നിറങ്ങളിലുള്ള മരങ്ങളും ഒക്കെ ചേർന്ന് 3 ഡയമെൻഷൻ രീതിയിലാണ് പല ചിത്രങ്ങളും. ഓയിലിന്റെ പരിമിതികളും നിഷ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓയിൽ പെയിന്റിൽ സീനറീസ് ചെയ്യാൻ കൂടുതൽ താല്പര്യമുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ഉള്ളതും പോർട്രേ അങ്ങനെയൊക്കെ അതും ചെയ്യാൻ നല്ലതാണ്. പിന്നെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് ഓയിൽ പെയിന്റിങ്. എന്നുവെച്ചാൽ കുറേ ലെയേഴ്സ് ആയിട്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. അക്രിലിക് ആകുമ്പോൾ അപ്പോൾ ചെയ്യുന്ന ഉണങ്ങി കിട്ടും. ഓയിലാകുമ്പോൾ അങ്ങനെയല്ല, 3-4 months എടുക്കും ഉണങ്ങാൻ, ചിലപ്പോൾ 6 months എടുക്കും. പിന്നെ ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് അത്ര ശരി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ അക്രിലിക്കിലാണ് ചെയ്യാറുള്ളത് പെയിന്റിങ്സ്. ബുദ്ധദേവന്റെ അരികിലായി തല നീട്ടുന്ന ഈ ചുവപ്പും നീലയും താമരമൊട്ടുകൾ ലിഷയുടെ ദർശന വൈവിധ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. മറ്റു ചിത്രങ്ങളും അതെ വ്യത്യസ്തമാണ്. ലിഷയുടെ ചിത്രരചനാ ലോകത്തിന് കൂട്ടായി ഭർത്താവ് അനുരാഗും 4 വയസ്സുകാരൻ മകനുമുണ്ട്. വീട്ടില് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടിങ്ങാണ്. മോനുണ്ട്, മോൻ 4th സ്റ്റാൻഡേർഡിലാണ്. ഹസ്ബൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പിന്നെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനും എല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്. എല്ലാം വാങ്ങാനും അങ്ങനെ എല്ലാ കാര്യത്തിലും ഭയങ്കര ഇൻസ്പിറേഷനാണ്. വീട്ടിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അമ്മയും അച്ഛനും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ശിവലിംഗവും ഗണപതി ഭഗവാനും ഒത്തുചേർന്ന ഈ ചിത്രം പ്രദർശനത്തിൽ സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റി. അതുപോലെ ദീപയുടെ പലവിധ മ്യൂറൽ ചിത്രങ്ങളും നിഷയുടെ അക്രിലിക് ചിത്രങ്ങളും കൂട്ടായ്മയുടെ നിറം പിടിച്ച സുന്ദര വഴിത്താരകളിലൂടെ ഈ ബാല്യകാല സഖികൾ ഇനിയും എന്നും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് കുങ്കുമം ആശംസിക്കുന്നു.